ഹലോ. അപ്പോൾ ഇതാ ഞാൻ എണീറ്റ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഡേ 3 ആണ്. നമുക്ക് എന്തൊക്കെയോ കഴിച്ച് ഞാനിന്ന് എന്തൊക്കെയോ ചെയ്തു. അപ്പോൾ ഇന്ന് കുറച്ച് പുറത്ത് പോകാനൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് മുഴുവനായിട്ട് എല്ലാവരും വീഡിയോ കാണണേ. അപ്പോൾ ഇതാ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ്, കൊണ്ടോട്ടിയാണ്. അപ്പം എൻ്റെ ഉമ്മച്ചീൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, എൻ്റെ വീട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ കൂടുതലൊന്നും ഞാൻ കാണിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു മോർണിംഗിൽ എണീറ്റ് വന്ന് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ വീട് മുഴുവൻ അധികവും ഞങ്ങളെ ഫോട്ടോസാണ് കേട്ടോ. വെഡ്ഡിങ് ഫോട്ടോസ്, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസും ഇനി കുറച്ച് ഐറൂസിൻ്റെ ഫോട്ടോസും കൂടി അതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാ ഇന്നലെ രാത്രി വന്ന് ബാഗൊക്കെ അവിടെ വെച്ച് നേരെ പോയി കിടന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ മുകളിലേക്കുള്ള വ്യൂ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നെന്താ കഴിച്ചതെന്ന് നോക്കാം. അപ്പോൾ ഇതാ മോർണിംഗിൽ ഞാൻ കഴിച്ചിട്ടുള്ളത് മുട്ടയാണ് കേട്ടോ. ഇന്ന് എഗ്ഗ് എടുത്തു. എൻ്റെ കയ്യിൽ ഓട്സിലിടാൻ ഞാൻ പറഞ്ഞില്ലേ സീഡ്സോ നട്ട്സോ ഒന്നുമില്ല. ഇന്ന് നമുക്ക് ഏതായാലും അത് വാങ്ങാം. അപ്പോൾ ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഐറോ ബേബി എണീറ്റ് വന്നിട്ടുണ്ട്. അവനിതാ പാല് കൊടുക്കുകയാണ് കേട്ടോ. അവൻ്റെ വായിൽ മുഴുവൻ അവൻ്റെ പാൽപ്പൊടിയാണ്. അപ്പോൾ ഇതാ അവനുള്ള പാല് ഞാൻ റെഡിയാക്കി. അവൻ ആദ്യം എണീറ്റ് വന്നാൽ ഫുഡൊന്നും പറ്റില്ല കേട്ടോ. ആദ്യം പാല് കിട്ടണം. പാല് കുടിക്കുമ്പോൾ അവൻ എന്തോ ഒരു സന്തോഷമാണ്, പിന്നെ ഒരു എനർജിയൊക്കെയാണ്, പിന്നെ കുറച്ച് കളി കഴിഞ്ഞിട്ടൊക്കെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ അവന് കഴിക്കുക. അപ്പോൾ അവന് പാല് കൊടുത്തതിന് ശേഷം ഇതാ ഞാൻ അവനായിട്ടൊന്ന് പുറത്തിറങ്ങി. പുറത്ത് കാഴ്ച കാണാൻ വളരെ ഭംഗിയാണല്ലേ, കാരണം കുറച്ച് കാടും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പം ഒരു അടിപൊളിയാണ് മോർണിംഗിലൊക്കെ പുറത്തിറങ്ങി നോക്കാനും ഈവനിങ് ആ സമയമൊക്കെ. പിന്നെ ഇതാ അവൻ്റെ വണ്ടിയാണ് കേട്ടോ. അതായത് അവന് ചെറിയ കുട്ടിയായപ്പോൾ നമ്മൾ നടത്തം പഠിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് കൊടുത്തതാണ്. പക്ഷെ അന്ന് അവന് ഇരിക്കാൻ ഇഷ്ടമില്ലെങ്കിലും ഇപ്പോൾ ഇതാ അവന് അതിലാണ് കളി, കയറാനും ഇറങ്ങാനൊക്കെ ഒറ്റയ്ക്ക് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ എനിക്ക് മാറ്റാൻ വേണ്ടി മുകളിൽ കയറിയപ്പോൾ അവന് ടി വി ചോദിച്ചപ്പോൾ ടി വി വെച്ച് കൊടുത്തു കേട്ടോ. ഇടയിൽ ഞാൻ ഹസ്ബൻഡിന് പോയി ചായയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ചായ ഉണ്ടാക്കി കൊടുത്തവിടെ വെച്ചു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട് മുഴുവൻ ഞങ്ങളെ ഫോട്ടോസാണിത്. അപ്പോൾ ഇതാ മുകളിലുള്ള ഫോട്ടോസാണ്. ആ ഫ്രെയിമിൽ കാണുന്നത് മുഴുവൻ ഞങ്ങളെ ഫോട്ടോസാണ്. ബേബിൻ്റെ ആകെ ഒരു ഫോട്ടോസേ ഉള്ളൂ. അപ്പം നമുക്ക് വഴിയെ അവൻ്റെ മെമ്മറീസുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ വീട്ടിൽ ആഡ് ചെയ്യണം. ഇങ്ങനെ കാണുമ്പോൾ രസമാണല്ലേ. പെട്ടെന്നൊക്കെ അത് കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയെ, കാരണം ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമായി. അപ്പോൾ അന്നത്തേതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമാണ് കേട്ടോ. പിന്നെ ഇതാ എൻ്റെ ഐറോ ബേബിക്കുള്ള ഫുഡ് റെഡിയാക്കി. ഇത് അവൻ്റെ പൊടിയാണ് കേട്ടോ. അതിൽ ബീട്രൂട്ട് ചേർത്തിട്ടുണ്ട്. അതാണ് ഈ കളറ്. അവന് ഭയങ്കര ഡാൻസിലും പാട്ടിലൊക്കെയാണ്. എന്താ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ മാറ്റി പുറത്തിറങ്ങി ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ പോണത് ഹസ്ബൻഡ് സ്കൂളിലാണ്. ഇപ്പോൾ അവന് ആ ഒരു ടി വി കണ്ടിറങ്ങിയതുകൊണ്ട് തന്നെ അവന് പാട്ടും ഡാൻസും പാടിയാണ് കേട്ടോ വണ്ടിയിൽ പോണത്. ഭയങ്കര പാട്ടും ഡാൻസിലുമാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഹസ്ബൻഡ് സ്കൂളിലെത്തി. ഇതിപ്പോൾ മോണ്ടിസോറി ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാനൊക്കെ. അങ്ങനെ ഇതാ ഹസ്ബൻഡ് പോയി. ഞങ്ങൾ കാറിൽ തന്നെ ഇരുന്നു കേട്ടോ. ഐറൂനായിട്ട് ഇറങ്ങണില്ല എന്ന് പറഞ്ഞു. കാരണം അവന് പിന്നെ ആകെ ഓടിക്കളിച്ച് ഡ്രസ്സൊക്കെ ആകെ ചീത്തയാക്കി. അപ്പോൾ ഞാൻ ഇറങ്ങിയില്ല. പിന്നെ ഇതാ വണ്ടി പോയിക്കൊണ്ടിരുന്നതിൽ ഐറു ഉറങ്ങി. അങ്ങനെ ഞാൻ നേരെ പോയത് ഹസ്ബൻഡ് സ്കൂളിലെ ഞങ്ങൾക്ക് ചെറിയൊരു ക്വാർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നിൽക്കാനാണ് കേട്ടോ. അപ്പം എല്ലാവരും വീട് മാറിയോ എന്ന് ചോദിച്ചു. വീട് മാറിയതല്ല, ഹസ്ബൻഡ് ക്വാർട്ടേഴ്സാണ് സ്കൂളിലുള്ള. അപ്പം അവിടെ പോയി നിൽക്കും. പിന്നെ ഇതാ ഞാൻ അവിടെ ചെന്ന് നേരെ കുടിച്ചത് ഒരു ചായ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. അപ്പോൾ തന്നെ ഒരു ആശ്വാസം കിട്ടി. പിന്നെ ഇത് ഐറു നല്ല ഉറക്കമാണ്. പിന്നെ ഐറു എണീറ്റതിന് ശേഷം അവന് കുറച്ച് ചോറ് കൊടുത്തു. അപ്പോൾ അവൻ കഴിച്ചതിലേക്ക് ഇത്തിരി ചോറിട്ടിട്ട് ഉച്ചയ്ക്ക് ഞാനത് കഴിച്ചത്. കാരണം എൻ്റെ കയ്യിൽ ഓട്സ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ചോറെടുത്തത്. വേറെ ഒന്നും കഴിക്കാനും തോന്നിയില്ല. അപ്പോൾ ഇതാ ഇന്ന് ചോറാണ് കഴിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഐറൂസിന് പഴം വാട്ടി കൊടുത്തു കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഒറ്റയ്ക്ക് തന്നെ കഴിച്ചോളും. അപ്പോൾ ഇന്ന് ഞാൻ ഇതൊക്കെ കഴിച്ചിട്ടുള്ളൂ. അപ്പം പിന്നെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.